എന്തുകൊണ്ടാണ് ഇത്രയും വലിയൊരു കണ്ടുപിടുത്തം പേറ്റന്റ് ചെയ്യാത്തത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ മറുപടി കുഡ് യു പേറ്റന്റ് ദ സൺ, അതായത് സൂര്യനെ നിങ്ങൾക്ക് പേറ്റന്റ് ചെയ്യാൻ ആകുമോ എന്നതായിരുന്നു. ജനിച്ചപ്പോൾ ആ കുഞ്ഞിന്റെ കരച്ചിൽ മറ്റുള്ളവരുടേത് പോലെ തന്നെയായിരുന്നു. എന്നാൽ ജീവിതത്തിൽ താൻ അനുഭവിക്കാൻ പോകുന്ന ദുരിതങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ അവൻ അതിനേക്കാൾ ഉച്ചത്തിൽ കരഞ്ഞേനെ. ചാൾസ് ഡിക്കൻസ് ഒലിവർ ട്വിസ്റ്റ് എന്ന തന്റെ കഥാപാത്രത്തെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: 7 ദശാബ്ദങ്ങൾക്ക് മുൻപ് ജനിച്ച ഓരോ കുഞ്ഞിന്റെ കരച്ചിലും അവരുടെ മാതാപിതാക്കളുടെ ഉള്ളിൽ ഭീതി പടർത്തിയ കാലമായിരുന്നു. ആ കരച്ചിൽ നീണ്ടു നിൽക്കുമോ അതോ ശാരീരിക വൈകല്യം ബാധിച്ച് അയൺ ലങ് എന്ന മെഷീന്റെ അടിമയാകുമോ എന്ന ഭയം. ശൈശവത്തെ ദുരിതപൂർണമാക്കിയ പോളിയോ എന്ന മഹാമാരിയുടെ പിടിയിലായിരുന്നു അന്ന് ഈ ലോകം. അങ്ങനെയിരിക്കെ 1955 ഏപ്രിൽ 12 അമേരിക്കൻ സംസ്ഥാനമായ പെൻസിൽവേനിയയിലെ പിറ്റ്സ്ബർഗ് യൂണിവേഴ്സിറ്റിയുടെ ഒരു പരീക്ഷണ ലാബിന്റെ വാതിൽ തുറന്ന് ഒരു പ്രൊഫസർ പുറത്തു വന്നു. എല്ലാവരും അദ്ദേഹത്തെ ഉറ്റുനോക്കി കാതുകൾ കൂർപ്പിച്ചു നിന്നു. അവിടെ നിന്നിരുന്നവരെ നോക്കിക്കൊണ്ട് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു: സുരക്ഷിതം, ഫലപ്രദം, ശക്തം. ആ വാക്കുകൾ ആയിരക്കണക്കിന് മുഖങ്ങളിൽ നിന്ന് കണ്ണീർ തുടച്ചു മാറ്റി പുഞ്ചിരി വിരിയിച്ചു. അന്ന് പോളിയോ എന്ന മഹാമാരിയിൽ നിന്ന് ലോകത്തെ രക്ഷിച്ച ആ വ്യക്തിയാണ് പ്രൊഫസർ ജോനസ് സാൽക്ക്. തന്റെ കണ്ടുപിടുത്തം ലോകത്തെ എല്ലാവരെയും സഹായിക്കണമെന്ന് ചിന്തിച്ച സാൽക്ക് തന്റെ കണ്ടുപിടുത്തം പേറ്റന്റ് ചെയ്തില്ല. എന്തുകൊണ്ടാണ് ഇത്രയും വലിയൊരു കണ്ടുപിടുത്തം പേറ്റന്റ് ചെയ്യാത്തത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ മറുപടി കുഡ് യു പേറ്റന്റ് ദ സൺ, അതായത് സൂര്യനെ നിങ്ങൾക്ക് പേറ്റന്റ് ചെയ്യാൻ ആകുമോ എന്നതായിരുന്നു. ഇതേപോലുള്ള അടിപൊളി സയൻസ് സ്റ്റോറീസിന് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ വരുന്നവരേക്കും പീസ്.